Welcome to RK's Stories. ലവ് ഇൻ ഗോവ ആൻ IT ലവ് സ്റ്റോറി ഭാഗം 14. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. മരിക്കുന്നതിന് തലേദിവസം ശ്രേയ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അത് വിശ്വസിക്കുവാനാവാതെ എല്ലാവരും എന്റെ മുന്നിലിരിക്കുകയായിരുന്നു. ഇനി നിങ്ങൾ പറയും, ആരെങ്കിലും വിശ്വസിക്കൂ അവൾ ആത്മഹത്യ ചെയ്തതാണെന്ന്? വെറും പാവമെന്ന് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്ന അവള് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ട് പോലും തളരാതെ പിടിച്ചു നിന്നവളാണ്. ആ ശ്രേയ ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല. അവളുടെ മരണത്തിന് പിന്നിൽ ആ പനങ്കാടൻ എന്ന് പറഞ്ഞ വ്യക്തി തന്നെയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നമുക്കതെങ്ങനെ തെളിയിക്കാൻ സാധിക്കൂടാ? അസി സംശയത്തോടെ എന്നെ നോക്കി. അതിന് ആദ്യം അവൾ പറഞ്ഞ ആ ലോക്കർ കണ്ടുപിടിക്കണം. അതെവിടെയാ വെച്ചേക്കുന്നതെന്ന് അവള് നിന്നോട് പറഞ്ഞായിരുന്നു? അത്രയും നേരം മിണ്ടാതിരുന്ന അച്ഛനായിരുന്നു ചോദിച്ചത്. ഇല്ല. നിരാശയോടെ ഞാൻ തലയാട്ടി. പിന്നെ എങ്ങനെ അത് കണ്ടുപിടിക്കാൻ സാധിക്കൂടാ? അച്ഛന്റെ സ്വരത്തിലും നിരാശ കലർന്നിരുന്നു. നമുക്ക് ശ്രേയയുടെ ഫ്ലാറ്റ് ഒന്ന് പരിശോധിച്ചാലോ? ബെല്ല പ്രതീക്ഷയോടെ എല്ലാവരെയും നോക്കി. ഡാ, നീ അനഘയെ വിളിച്ചു പറഞ്ഞേ അവിടെ മുഴുവനെ ഒന്ന് ചെക്ക് ചെയ്യാൻ. അവരൊരുമിച്ചാണല്ലോ താമസിച്ചിരുന്നത്. ആസി ഹോപ്പിനോട് പറഞ്ഞു. അത് ഞാൻ പറയാം. ആ പനങ്കാടിന്റെ ഫോട്ടോ വലുത് അവള് കാണിച്ചായിരുന്നു? ഹോപ്പ് തിരിച്ചു ചോദിച്ചു. സത്യത്തിൽ അപ്പോഴാണ് ഞാനും ആ കാര്യം ഓർത്തത്. അന്ന് അത് അവളോട് ചോദിക്കാൻ മറന്നുപോയിരുന്നു. അത് ഞാൻ അവളോട് ചോദിക്കാൻ വിട്ടുപോയെന്നേ. പക്ഷേ നമുക്ക് കാര്യം ജാക്സനോട് ചോദിക്കാം. അവനാണ് ശ്രേയ പറഞ്ഞ ഡ്രഗ് സപ്ലൈ സെന്റർ നോക്കുന്നത്. ഈ പറഞ്ഞ പനങ്കാടനാണ് അതിന്റെ മുതലാളിയെങ്കിൽ അവൻ അയാളെ അറിയാതിരിക്കില്ല. ജാക്സൺ എന്ന് പറയുന്നത് നമ്മളന്ന് ഗംഗ അന്വേഷിച്ചു പോയപ്പോ അവിടെ വെച്ച് കണ്ടയാളല്ലടാ, നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞത്. അസി അന്ന് ജാക്സനെ കണ്ട കാര്യം ഓർത്തെടുത്തു. അതെ, അവൻ തന്നെ. അവൻ അയാൾ അറിയാമെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ പുള്ളി തന്റെ ബോസിനെതിരെ നിനക്ക് വേണ്ടി നിൽക്കുവോ? ബെല്ല തന്റെ സംശയം പ്രകടിപ്പിച്ചു. തീർച്ചയായും ബെല്ല, ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെയാന്നേ നമുക്ക് ആദ്യം ജാക്സനെ തന്നെ കാണാൻ പോയാലോ? അസി എല്ലാവരോടുമായിട്ട് ചോദിച്ചു. പോകേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അവനെ ഇപ്പൊ തന്നെ വിളിച്ചു ചോദിക്കാന്നേ. അതും പറഞ്ഞ് ഞാൻ ഫോൺ എടുത്തു. കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും ജാക്സന്റെ നമ്പർ എടുത്ത് ഞാൻ കോൾ ചെയ്തു. അപ്പുറത്തെ റിംഗ് ടോൺ അല്പം നേരം നീണ്ടു നിന്നതിന് ശേഷം കട്ടായി. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ അവന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ഇപ്രാവശ്യം അല്പം നേരത്തെ റിംഗ് ടോണിന് ശേഷം അപ്പുറത്ത് കോൾ എടുക്കുന്ന ശബ്ദം. ഹലോ, ആരു? എന്താണ് വിളിച്ചേ? അപ്പുറത്തു നിന്നും ജാക്സന്റെ ശബ്ദം കേട്ടു. എടാ, നീ ഇപ്പൊ എവിടെയുള്ളത്? ഞാൻ നാട്ടില്. എന്താ പ്രശ്നം? എടാ, ഒരു കാര്യം അറിയാൻ വിളിച്ചത്. നിന്റെ ഡ്രഗ് സപ്ലൈ ചെയിനിന്റെ ഓണർ ഒരു പനങ്കാടനാണോ? പനങ്കാടനോ? അതെ, പനങ്കാടൻ. നോ, പുള്ളിക്കാരന്റെ പേര് വിൽഫ്രഡ് എന്നാ. എന്താണ് ചോദിച്ചേ? എടാ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ കമ്പനിയിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. അവൾ അവിടെ വന്നപ്പോ അങ്ങനെ ഒരു പേര് പറഞ്ഞു കേട്ടെന്നാ പറഞ്ഞത്. അതാ ചോദിച്ചത്. ഏത് കുട്ടി? നീ അന്ന് വന്ന് എടുത്തുകൊണ്ടുപോയ കുട്ടിയാണോ? അല്ല, ഇത് കഥയൊക്കെ എഴുതുന്ന ഒരു കുട്ടിയാ. ആണോ? അറിയില്ലടാ. ആ കുട്ടിയെ ചിലപ്പോ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചതായിരിക്കും. അതിന് നീ ഞങ്ങളുടെ ബോസിനെ കുറിച്ച് അന്വേഷിക്കുന്നതിനാ? അയാൾ കാരണമാണോ അവൾ മരിച്ചത് എന്നൊരു സംശയം. മാത്രമല്ല, അത് കാരണം ഞാനും ഒരാഴ്ച ജയിലായിരുന്നേ. വാട്ട്? അതേടാ, ഞാനാണ് ആ കൊലപാതകത്തിന് പിന്നിലെന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. ആണോ? ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ലടാ. 2 ആഴ്ചയായിട്ട് നാട്ടിൽ തന്നെയാ ചില പ്രശ്നങ്ങള്. അല്ല, നീ ആദ്യം പറഞ്ഞത് ആത്മഹത്യ എന്നല്ലേ? പിന്നെ എന്താ ഇപ്പൊ കൊലപാതകം എന്ന് പറഞ്ഞേ? അങ്ങനെ ഒരു സംശയം, അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, നീ തിരികെ എത്തുമ്പോ എന്നെ ഒന്ന് വിളിക്ക്, നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ ബ്രോ, ടേക്ക് കെയർ. അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. എന്താണ് ജാക്സൺ പറഞ്ഞേ? അസിയുടെ ചോദ്യത്തിൽ മാത്രമല്ല എല്ലാവരുടെയും മുഖങ്ങളിലും ആ ജിജ്ഞാസ തെളിഞ്ഞു നിന്നിരുന്നു. അവന്റെ ബോസിന്റെ പേര് പനങ്കാടൻ എന്നല്ലെന്ന്. എന്റെ ശബ്ദത്തെ നിഴലിച്ചിരുന്ന നിരാശ അവരുടെ മുഖങ്ങളിലേക്കും പടർന്നു. അപ്പൊ ശ്രേയ പറഞ്ഞത്? ബെല്ല തന്റെ സംശയം മറച്ചു വെച്ചില്ല. അവൻ പറയുന്നത് അത് അവളെ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചതായിരിക്കുമെന്നാ. സത്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നതേ ഇതെല്ലാം ചെയ്തത് ആ നെൽസനാണെന്നാ. അവൻ റിസൈൻ ചെയ്തു പോയപ്പോ അത് ഞാൻ അങ്ങ് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. അസി പറഞ്ഞത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. അവൻ റിസൈൻ ചെയ്തു പോയെന്നോ? അതെ, നിന്റെ അറസ്റ്റ് ഉണ്ടായതിന്റെ പിറ്റേ ദിവസം അവൻ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാം വിചാരിച്ചത് അവനായിരിക്കും ഇതിന്റെ പുറകിലെന്നാ അസി പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ അവനെ അന്വേഷിച്ചില്ലേ? അതിനവൻ മുങ്ങിട്ടൊന്നുമില്ലടാ, ഇവിടെ അവന്റെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്. ആണോ? അങ്ങനെയാണെങ്കിൽ അവനായിരിക്കില്ല അതിന് പുറകില്. ഇതിപ്പോ എവിടെ തുടങ്ങണമെന്ന് അറിയാൻ പോലും പറ്റുന്നില്ലല്ലോ.
എന്ത് വേണമെന്നറിയാതെ ഞാൻ കസേരയിലേക്ക് ചാരിക്കിടന്നു. ചേടാ, പറഞ്ഞതുപോലെ ഇതിപ്പോ ആകെപ്പാടെ കൺഫ്യൂഷൻ ആയല്ലോ. ഉള്ള ഹോപ്പും പോയി കിട്ടി. ഹോപ്പിന്റെ വരെ ഹോപ്പ് നഷ്ടപ്പെട്ടു. നീ എന്തായാലും അനഘയെ വിളിച്ച് ഫ്ലാറ്റിലൊന്ന് നോക്കാൻ പറയും. ഞാൻ ഹോപ്പിനോട് വീണ്ടും പറഞ്ഞു. യെസ് ബ്രോ. അവൻ ഫോൺ എടുത്ത് അനഘയെ വിളിച്ചു. അന്ന് വൈകുന്നേരം ഒരു കപ്പ് കാപ്പിയുമായി ഗംഗയുടെ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്ന നിമിഷ ഒന്ന് നിന്നു. കട്ടിലിന്റെ തലയ്ക്കൽ ചാരിവെച്ച തലയിണയിൽ ചാരിയിരിക്കുന്ന ഗംഗയിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. എന്തിരിപ്പാടി പെണ്ണ ഇത്? ഇതിന് മാത്രം എന്താ സംഭവിച്ചേ? ശ്രേയ നമുക്കൊക്കെ വേണ്ടപ്പെട്ടവള് തന്നെയായിരുന്നു. പക്ഷെ ഇനിയിപ്പോ ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്ത് കാര്യം? നീ ഒന്ന് എഴുന്നേറ്റ് ഈ കാപ്പി പിടിച്ചേ. ഗംഗയുടെ കട്ടിലിലേക്കിരുന്ന് നിമിഷ കാപ്പി അവൾക്ക് നേരെ നീട്ടി. ഒന്നും മിണ്ടാതെ അവളുടെ കയ്യിൽ നിന്നും ആ കാപ്പി വാങ്ങി പതുക്കെ കുടിച്ചുകൊണ്ടിരുന്ന ഗംഗയെ നോക്കി നിമിഷ ആ കട്ടിലിൽ ഇരുന്ന് ആലോചിച്ചു. ശ്രേയയുടെ മരണം സംഭവിച്ച ദിവസം മുതൽ, അല്ല ശരിക്കു പറഞ്ഞാൽ അതിന്റെ തലേ ദിവസം ശ്രേയയും ആരുഷിനെയും കടൽക്കരയിൽ വെച്ച് കണ്ട നിമിഷം മുതൽ ഗംഗയുടെ അവസ്ഥ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായിരുന്നു. ശ്രേയയുടെ മരണമാണോ അതോ ആരുഷ് കാരണമാണ് അവൾ ആത്മഹത്യ ചെയ്തതെന്ന ചിന്തയാണോ ഗംഗയെ കൂടുതൽ വിഷമിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. കാപ്പി കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഗംഗ നീട്ടിയ കപ്പ് വാങ്ങി കട്ടിലിനടുത്തുള്ള ടേബിളിലേക്ക് വെച്ചിട്ട് നിമിഷ വീണ്ടും തിരികെ ആ കട്ടിലേക്ക് ഇരുന്നു. എന്തിനാടി മോൾ ഇങ്ങനെ വിഷമിക്കുന്നേ? അവനെ നിനക്ക് അത്രക്ക് ഇഷ്ടമാണോടി? തന്റെ ഇരു കൈകളും ഗംഗയുടെ കവിളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. നിമിഷയെ നോക്കിയ ഗംഗയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ കവിളിലേക്ക് അടർന്നു. നിമിഷ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ദേവാവൻ കാരണമാണ് അവൾ മരിച്ചതെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. അവള് മരിച്ചതിന്റെ പിറ്റേ ദിവസം നെൽസൺ റിസൈൻ ചെയ്തത് നീ ശ്രദ്ധിച്ചോ? അവൻ ആ സംഭവത്തിൽ എന്തോ ഒരു പങ്കുള്ളത് പോലെയാ എനിക്ക് തോന്നുന്നേ. നിമി, നീ വെറുതെ നെൽസനെ കുറ്റപ്പെടുത്തണ്ട. അവൻ റിസൈൻ ചെയ്യാൻ പോകുന്ന കാര്യം നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിരുന്നതാ. അവന് UK ഒരു കമ്പനിയില് ജോലി ശരിയായിട്ടുണ്ട്. പക്ഷെ ആരുഷിന്റെ കാര്യം അങ്ങനെയല്ല. നമ്മൾ അവിടെ വെച്ച് കണ്ടതല്ലേ അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നേ. അതൊരു പക്ഷേ അവൾ അവനോട് അവളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞതാണെങ്കിലോ? നിമിഷ ആരുഷിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെയാന്നേ അവൾ ആദ്യം എന്നെയല്ലേ വിളിക്കൂ? നിനക്കറിയില്ലേ ഞാൻ അവളെ എന്തോരം സഹായിച്ചിട്ടുണ്ടെന്ന്? ഗംഗ തിരിച്ചു ചോദിച്ചു. അറിയാം, പക്ഷെ നിന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യമാണെങ്കിലോ? നമുക്ക് ആരുഷിനോട് നേരിട്ട് ചോദിച്ചാലോ? വേണ്ട. ചോദിച്ചാ അവൻ പറയുന്ന കഥ അത് എന്തു തന്നെയായാലും നമ്മൾ വിശ്വസിക്കേണ്ടി വരും. പിന്നെ എന്ത് ചെയ്യാനാ നീ ആലോചിക്കുന്നേ? എനിക്കറിയില്ല നിമി. ഗംഗ സങ്കടത്തോടെ വീണ്ടും നിമിഷയെ നോക്കി. ആ സമയം പുറത്ത് ഹാളിൽ കോളിംഗ് ബെൽ മുഴങ്ങി. ആരാണാവോ ഈ നേരത്ത്? ഞാൻ പോയി നോക്കിട്ട് വരാം. അതും പറഞ്ഞ് നിമിഷ ഹാളിലുള്ള വാതിൽക്കലേക്ക് നടന്നു. അല്പസമയത്തിന് ശേഷം നിമിഷ തിരികെ റൂമിലേക്കെത്തി. ഗംഗെ, നിന്നെ കാണണമെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു. ആരാ? അല്പം മീർഷയോടെ അവൾ ചോദിച്ചു. അറിയില്ല, പേര് ബെല്ല എന്നാ പറഞ്ഞേ. മനസ്സില്ലാ മനസ്സോടെ ഗംഗ നിമിഷയോടൊപ്പം ഹാളിലേക്ക് നടന്നു. പുറത്തേക്ക് വന്ന ഗംഗ കണ്ടു സുന്ദരിയായ ഒരു യൂറോപ്യൻ പെൺകുട്ടി ഹാളിലെ കസേരയിൽ ഇരിക്കുന്നു. ഗംഗ വരുന്നത് കണ്ട് അവൾ എഴുന്നേറ്റടുത്തേക്ക് നടന്നു. ഹായ് ഗംഗ, ഞാൻ ബെല്ല. പാശ്ചാത്യ രൂപപ്രകൃതിയുള്ള പെൺകുട്ടി ശുദ്ധമായ മലയാളത്തിൽ സംസാരിക്കുന്നത് കേട്ട് ഗംഗ കണ്ണുവിഴിച്ചു. ഗംഗ, ഞാൻ മലയാളം പറയുന്നത് കേട്ട് അത്ഭുതപ്പെടണ്ട. ഞാനൊരു ഹാഫ് മലയാളി കൂടിയാ. ഓക്കെ, കൂൾ. പക്ഷെ ആരാണെന്ന് മനസ്സിലായില്ല. എന്നെ കാണണമെന്ന് പറഞ്ഞത് എന്തിനാണെന്നും? എനിക്ക് നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ശ്രേയയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ശ്രേയയെ കുറിച്ചോ? ഗംഗയും നിമിഷയും ഒട്ടൊരു അത്ഭുതത്തോടെ ഒരുമിച്ചാണ് ചോദിച്ചത്. അതെ. കസേരയിലേക്ക് തിരികെ ഇരുന്നിട്ട് ബെല്ല പറഞ്ഞു. അവൾക്ക് എന്താണ് ശ്രേയയെ പറ്റി പറയാനുള്ളതെന്ന ആകാംക്ഷയിൽ ഗംഗയും നിമിഷയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് ബെല്ലയ്ക്കെതിരെയുള്ള കസേരകളിലേക്ക് ഇരുന്നു. അവരെ നോക്കി ഒന്ന് ചിരിച്ചതിന് ശേഷം ശ്രേയ ആരുഷിനോട് പറഞ്ഞ കാര്യങ്ങൾ ബെല്ല അവരോട് പറഞ്ഞു തുടങ്ങി. യക്ഷിക്കഥ കേൾക്കുന്നത് പോലെയാണ് ഗംഗയും നിമിഷയും ബെല്ല പറഞ്ഞ കാര്യങ്ങൾ കേട്ടിരുന്നത്. ഇടയ്ക്ക് പനങ്കാടൻ എന്ന പേര് കേട്ടതും ഗംഗയുടെ മുഖം മാറുന്നത് ബെല്ല ശ്രദ്ധിച്ചിരുന്നു. ഗംഗ, പനങ്കാടൻ ശരിക്കും ആരാ? കസേരയിൽ ഒന്ന് മുന്നോട്ട് ആഞ്ഞിരുന്നിട്ട് ബെല്ല ചോദിച്ചു. പറയാം. അതിനു മുൻപ് ഈ കാര്യങ്ങളൊക്കെ ബെല്ലയോട് പറഞ്ഞത് ആരാണെന്ന് പറയാവോ? ഗംഗ അവളോട് തിരികെ ചോദിച്ചു. ആരുഷ്. അല്പം ഒന്ന് ആലോചിച്ചതിന് ശേഷം ബെല്ല മറുപടി പറഞ്ഞു. ഒരു ഞെട്ടലോടെ ഗംഗയും നിമിഷയും പരസ്പരം നോക്കി. ആരുഷ് എന്റെ ഫ്രണ്ടാണ്. അന്ന് പബ്ബിൽ വെച്ച് ഗംഗ അവനെ അടിച്ചപ്പോ ഞാനും ഉണ്ടായിരുന്നു കൂടെ. ബെല്ല അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. യെസ്, ഞാനും ആലോചിക്കുകയായിരുന്നു. ബെല്ലെ മുൻപ് എവിടെയോ വെച്ച് കണ്ടതുപോലെ. ഞാൻ എന്തേ പറഞ്ഞില്ലേ അവനാകില്ല? നിമിഷ പറഞ്ഞു തീരും മുൻപേ ഗംഗ അവളുടെ കയ്യിൽ കയറി പിടിച്ചു വിലക്കി. ഞാനിതിപ്പോ ഇവിടെ വന്ന് പറയാനുള്ള കാര്യം മറ്റൊന്നാ.
ആ പൊട്ടൻ ആരും ഗംഗയോടുള്ള ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടക്കുവന്നേ. അവൻ ഈ കൊച്ചിന്റെ കയ്യിൽ നിന്നും തല്ലുവാങ്ങി വീട്ടിൽ പോകുമെന്നല്ലാതെ സ്വന്തം ഇഷ്ടം തുറന്നു പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബെല്ല ഒരു ചിരിയോടെ പറഞ്ഞു നിർത്തി. അവളുടെ ചുണ്ടിലെ ചിരി ആദ്യം പകർന്നത് നിമിഷയുടെ ചുണ്ടിലേക്കായിരുന്നു. ക്രമേണ അതൊരു പൊട്ടിച്ചിരിയായി മാറി. നിർത്താതെ പൊട്ടിച്ചിരിക്കുന്ന അവർ ഇരുവരെയും അല്പനേരം മാറി മാറി നോക്കിയ ഗംഗയുടെ ചുണ്ടുകളിലും സാവധാനം ഒരു ചിരി വിടർന്നു. ഔച്ച്, പിച്ചല്ലേടി. കൈ തടവിക്കൊണ്ട് നിമിഷ കസേരയിൽ നിന്നും ഒന്ന് ചാടി. അതെ, വെറുതെ അതിനെങ്ങനെ നുള്ളി നോക്കണ്ട, കാര്യം എനിക്ക് മനസ്സിലായി. ബെല്ല ചിരി അടക്കിക്കൊണ്ട് ഗംഗയോട് പറഞ്ഞു. എന്ത് കാര്യം? ഗംഗ ഒന്ന് കെറിവിച്ചു. വിട്ടു പിടി മോളെ, ഞാന് ഒരു പെണ്ണ് തന്നെയാ. ബെല്ല അവളെ നോക്കി കണ്ണിറുക്കി. എന്നിട്ട് ശ്രേയയുടെ ഫ്ലാറ്റിൽ നിന്നും ആ ലോക്കർ കിട്ടിയായിരുന്നോ? വിഷയം മാറ്റാനെന്നോണം ഗംഗ ചോദിച്ചു. ഇല്ല. ബെല്ലയുടെ മുഖം അതോടെ ഗൗരവപൂർണമായി. ആ പനങ്കാടനെ കുറിച്ച് അറിയാൻ ആരു തൃശ്ശൂർ വരെ പോയിരിക്കുക. തൃശ്ശൂരോ? അതെന്തിന്? ഗംഗയുടെ ചോദ്യത്തിൽ അല്പം ആശങ്ക ഉയർന്നു. ഗംഗയുടെ അച്ഛന്റെ മുത്തച്ഛനായിരുന്ന ശങ്കരമേനോൻ അവറുകളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വാസുവാശനാ അവനെ കളരിയും മറ്റും പഠിപ്പിച്ചിട്ടുള്ളേ. വാസുവാശനോ? സന്തോഷത്തോടെ ഗംഗ ചാടി എഴുന്നേറ്റു. അതെ, പുള്ളിയോട് ചോദിക്കാൻ വേണ്ടി പോയിരിക്കുക. ഞാൻ പറഞ്ഞതാ നമുക്ക് ഗംഗയോട് നേരിട്ട് ചോദിക്കാന്ന്. പക്ഷെ ആ പൊട്ടനും മടി. അതെങ്ങനെയാ? എപ്പോ കണ്ടാലും അവനെ തല്ലലല്ലേ നിന്റെ പരിപാടി? ബെല്ല കളിയായി ഗംഗയെ കുറ്റപ്പെടുത്തി. അവൾ പറഞ്ഞത് കേട്ട ഗംഗയുടെ മുഖം ഒന്ന് കുനിഞ്ഞു. ഈയിടെ ഞാൻ ചുമ്മാ പറഞ്ഞതാ. നിങ്ങൾ ഇപ്പോഴും അവനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നാ അവൻ വിചാരിച്ചിരിക്കുന്നേ. മാത്രമല്ല, അങ്ങനെ ചോദിക്കാനും മാത്രമുള്ള അടുപ്പം നിങ്ങൾ രണ്ടുപേരും ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ടാ അവൻ നിന്നെ കാണാൻ വരാതെ വാസുവാശനെ കാണാൻ പോയത്. ഇനിയെങ്കിലും ഉള്ളിലുള്ളത് രണ്ടുപേരും പരസ്പരം ഒന്ന് തുറന്നു പറയുന്നേ. അതിന് ഒരു ചിരി മാത്രമായിരുന്നു ഗംഗയുടെ മറുപടി. ശരിക്കും പനങ്കാടൻ ആരാ? ബെല്ലയുടെ ആ ചോദ്യം ഗംഗയുടെ ചുണ്ടിലെ ചിരി മായ്ച്ചു. പനങ്കാടന്മാരെ പറ്റി പറയുകയാന്നേ ജോസഫ് പനങ്കാടിൽ നിന്നും തുടങ്ങണം ആ കഥ. അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഗംഗ ആ പകയുടെ കഥ പറഞ്ഞു തുടങ്ങി. എന്റെ അമ്മ വേദികയുടെ അടുത്ത സുഹൃത്തായിരുന്നു ഷെറിനാൻറ്റി. സുഹൃത്തല്ല, സഹോദരി തന്നെയായിരുന്നു ഞാനും ഈ നിമിഷയും പോലെ. ഗംഗ അതും പറഞ്ഞ് നിമിഷയെ ഒന്ന് ചേർത്ത് പിടിച്ചു. ഷെറിനാൻറ്റി അന്ന് എറണാകുളം ആസ്ഥാനമാക്കിയുള്ള ഒരു പ്രമുഖ TV ചാനലിലെ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടറായിരുന്നു. ആ സമയത്ത് വ്യവസായ മന്ത്രിയായിരുന്ന ജോസഫ് പനങ്കാടിന്റെ വലിയൊരു അഴിമതി ആന്റി വാർത്തയാക്കി. ആ പ്രശ്നത്തിൽ ജോസഫ് പനങ്കാടന് തന്റെ മന്ത്രിസ്ഥാനം വരെ നഷ്ടപ്പെട്ടു. അപ്പോഴാ എറണാകുളത്തുള്ള ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ട് താമസിച്ചിരുന്ന എന്റെ അമ്മയുടെയും ഷെറിനാൻറ്റിയുടെയും കൂടെ അവരുടെ അടുത്ത റൂമിൽ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാൻ എന്റെ അച്ഛൻ യദുകൃഷ്ണൻ എത്തുന്നത്. ഓ, ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് ബെല്ലയ്ക്ക് ഗംഗയുടെ അച്ഛന്റെയും അമ്മയുടെയും കഥ കേട്ടു തുടങ്ങിയപ്പോൾ തന്നെ വല്ലാത്തൊരു താല്പര്യം തോന്നി. അച്ഛൻ നന്നായിട്ട് പാടും, നല്ലതുപോലെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. അമ്മയുടെ കാര്യം അന്ന് തദൈവമായിരുന്നു. അച്ഛനോടുള്ള സ്നേഹവും അഭിമാനവും അവരുടെ വാക്കുകളിൽ തുളുമ്പി നിന്നു. അമ്മയുടെ കാര്യം നമ്മളെ പോലെ അല്ലേടി? ഇളിച്ചും കൊണ്ട് നിമിഷ പറഞ്ഞു. അച്ഛനും അമ്മയും തമ്മിൽ അവിടെ വെച്ച് പ്രേമത്തിലായി കാണും അല്ലേ? കേട്ടിരുന്ന ബെല്ലയ്ക്ക് ആകാംക്ഷ അടക്കാൻ സാധിക്കുന്നില്ല. സ്വാഭാവികമല്ലേ? നിമിഷയാണ് അതിനുള്ള മറുപടി പറഞ്ഞത്. ഒരിക്കൽ അവരെല്ലാരും കൂടി തിരുവനന്തപുരത്ത് ഒരു ട്രിപ്പിന് പോയിരുന്നു. അച്ഛന്റെ സുഹൃത്ത് ഒരു ശ്രീകുമാരങ്ങളും ഉണ്ടായിരുന്നു കൂടെ. അവിടെ വെച്ച് പനങ്കാടിന്റെ ആളുകൾ ഷെറിൻ ആന്റിയെ വധിക്കാൻ ശ്രമിച്ചു. അച്ഛൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് അവർക്കതിന് കഴിഞ്ഞില്ല. പക്ഷെ അമ്മയെയും ആന്റിയെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അച്ഛന് ഗുരുതരമായിട്ട് പരിക്കേറ്റു. അന്ന് അവിടെ എത്തിയ മുത്തച്ഛൻ പനങ്കാടിനും മകൻ ജോണിക്കും ശക്തമായൊരു വാണിംഗ് കൊടുത്തു. മുത്തച്ഛൻ എന്ന് പറയുന്നത്? ബെല്ല ഇടയ്ക്ക് കയറി ചോദിച്ചു. ശരിക്കും അച്ഛന്റെ മുത്തച്ഛനാ, ശങ്കരൻ മുത്തച്ഛൻ. എല്ലാവരും ശങ്കരമേനോൻ അവർകൾ എന്നാ വിളിച്ചിരുന്നേ. അച്ഛൻ വിളിക്കുന്നത് കേട്ട് ഞാനും മുത്തച്ഛൻ എന്ന് തന്നെ വിളിക്കാൻ തുടങ്ങി. ഒരു വ്യവസായ മന്ത്രിയായിരുന്നയാളെ താക്കീത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ മുത്തച്ഛൻ അത്രക്ക് വലിയ ആളായിരുന്നു. അതെ, മുത്തച്ഛൻ കളരി പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, പട്ടാളത്തിൽ പോലും. അങ്ങനെ വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു മുത്തച്ഛന്റെ പുറകില്. രാഷ്ട്രീയത്തിലാന്നേ നല്ല പിടിപാടും. അങ്ങനെയുള്ള മുത്തച്ഛൻ പറഞ്ഞത് കേട്ട് അവരൊന്ന് അടങ്ങിയെന്നാ അന്ന് എല്ലാവരും വിചാരിച്ചിരുന്നേ. പക്ഷേ ബെല്ലയുടെ ചോദ്യം ഉത്കണ്ഠ മൂലമൊന്ന് വിറച്ചു. ആശുപത്രിയിൽ നിന്നും കുറ്റിപ്പുറത്തുള്ള തറവാട്ടിലേക്ക് വന്ന അച്ഛൻ്റെ ഒപ്പം മുത്തച്ഛന്റെ നിർദ്ദേശപ്രകാരം അമ്മയും ഷെറിനാന്റിയും അന്ന് തറവാട്ടിലേക്ക് വന്നിരുന്നു. കുറച്ച് ദിവസങ്ങൾ അവിടെ താമസിച്ചതിന് ശേഷം തിരികെ പോയ അമ്മയും ഷെറിനാന്റിയും ഒരു ആക്സിഡന്റിൽ പെട്ടു. ആക്സിഡന്റോ? ആകാംക്ഷ അടക്കാനാവാതെ ബെല്ല ചോദിച്ചു. സത്യത്തില് അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല, കൊലപാതകമായിരുന്നു. ആരെയാ കൊന്നേ?
ആരാ കൊന്നത്? ബെല്ലയ്ക്ക് ജിജ്ഞാസ അടക്കുവാനായില്ല. ആക്സിഡന്റിലെ ഷെറിനാൻഡിയാണ് കൊല്ലപ്പെട്ടത്. അമ്മ കുറെ നാൾ ആശുപത്രിയിലായിരുന്നു. അതിന് പിറകിലെ പനങ്കാടന്റെ മകൻ ജോണി ആയിരുന്നു. ഷെറിൻ ആന്റിയുടെ ആ കൊലപാതകത്തിന് പകരം വീട്ടിയത് അച്ഛനും മുത്തച്ഛനും കൂടെ ആയിരുന്നു, ദുബായിൽ വെച്ച്. അപ്പൊ ശ്രേയ ആരുഷിനോട് പറഞ്ഞ ആ പേപ്പർ കട്ടിങ് സത്യമായിരുന്നു അല്ലേ? ബെല്ല ആലോചനയോട് ചോദിച്ചു. പേപ്പർ കട്ടിങ്ങോ? അത്രയും നേരം മിണ്ടാതെ കഥ കേട്ടിരുന്ന നിമിഷയാണത് ചോദിച്ചത്. അതെ, ശ്രേയ അവിടെ വെച്ച് കണ്ട പനങ്കാടൻ എന്ന് പറയുന്ന ആള് അവളൊരു പേപ്പർ കട്ടിങ് കാണിച്ചു അത്രേ. വർഷങ്ങൾക്ക് മുൻപ് മുൻ വ്യവസായ മന്ത്രി ജോസഫ് പനങ്കാടനും അയാളുടെ മകനും ദുബായിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത അടങ്ങിയ ഒരു പേപ്പർ കട്ടിങ്. ദാറ്റ് മീൻസ് somebody is still behind us. അല്പമൊരു ആശങ്കയോടെ ഗംഗ പിറുപിറുത്തു. ബട്ട് who? നിമിഷ ചോദിച്ചു. അതാ നിമി കണ്ടുപിടിക്കേണ്ടതും. നിനക്ക് അച്ഛനെ വിളിച്ചു പറഞ്ഞൂടെ? നോ, അതിന്റെ ആവശ്യമില്ല. പക്ഷെ ദേവ, നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമായ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഓ മൈ ഗേൾ, നമുക്ക് നോക്കാടി. അത് ഒരുമിച്ചായിക്കൂടെ ഗംഗ? ആര് തിരികെ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ രണ്ടുപേരും കൂടി അന്വേഷിക്കുന്നതല്ലേ നല്ലത്. ഓക്കെ, അവൻ വരട്ടെ, എന്നിട്ട് നമുക്ക് അന്വേഷിക്കാം. അത് മതി. ബെല്ല പറഞ്ഞത് ഗംഗയും ശരിവെച്ചു. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ബെല്ല യാത്ര ചോദിച്ച് പോകുവാനായി എഴുന്നേറ്റു. അപ്പൊ ഇനി നീ ആരുഷിനോടൊപ്പം കൂടാൻ പോവുകയാ അല്ലയോ കുഞ്ഞേ? ബെല്ല പോയ പുറകെ നിമിഷ കളിയാക്കി. പിന്നെ എന്റെ തലക്കോളമല്ലേ ആ തല്ലുകൊള്ളിക്കൊപ്പം കൂടാൻ. അതിന് അവൻ നിന്റെ കയ്യിൽ നിന്ന് മാത്രല്ലേ മോളെ തല്ല് വാങ്ങിക്കാറുള്ളൂ. പോയെ പോയെ. അയ്യട, ഞാൻ പോയേക്കാം. അതിനു മുന്നേ നീ ആ മുഖം ഒന്നങ്ങ് തുടച്ചു കളഞ്ഞേക്ക്. ആകെ ചുവന്നു കൊടുത്തു. ഇവള് ഇന്ന് ഞാൻ. കളിയായി നിമിഷയെ തല്ലാൻ കൈ ഒങ്ങിക്കൊണ്ടുവന്ന ഗംഗയുടെ അടുത്തു നിന്നും നിമിഷ ചിരിച്ചും കൊണ്ട് ഒഴിഞ്ഞു മാറി. അപ്പോ ഇനി എന്താ മോളെ നമ്മുടെ പരിപാടി? നിമിഷ വീണ്ടും ചോദിച്ചു. നീ റെഡിയാക്ക്, നമുക്കേ ആ നെൽസന്റെ വീട് വരെ ഒന്ന് പോകാം. ഞാൻ പോകുന്ന സ്ഥലമില്ല ശ്രേയയുടെ എന്തു കോപ്പിനാവൻ പറഞ്ഞതെന്ന് എനിക്കൊന്ന് ചോദിക്കണം. നെൽസന്റെ ബംഗ്ലാവിന്റെ പോർച്ചിൽ ഗംഗ ബൈക്ക് ഇരപ്പിച്ചു നിർത്തി. അവൻ ഇവിടെ തന്നെയുണ്ട്. പോർച്ചിൽ നെൽസന്റെ ബൈക്ക് ഇരിക്കുന്നത് കണ്ട് ഗംഗ പറഞ്ഞു. തുറന്നു കിടന്നിരുന്ന ഫ്രണ്ട് ഡോറിലൂടെ അവർ ഇരുവരും അകത്തേക്ക് കയറി. നെൽസൺ മോനെ. ഹാളിൽ നിന്നും ഗംഗ ഉറക്കെ വിളിച്ചു കൂവി. ഇവനിതെവിടെ പോയി? ഡാ. ഗംഗ ഒരിക്കൽ കൂടി ഉറക്കെ വിളിച്ചു. മുകളിൽ കൂടി ആരോ നടക്കുന്ന ശബ്ദം. വാടി, അവൻ മുകളിലുണ്ട്. നിമിഷയുടെ കൈയും പിടിച്ച് ഗംഗ മുകളിലേക്കുള്ള പടികൾ ഓടിക്കേറി. ലൈറ്റ് ഇടാതിരുന്ന മുകളിലെ ഹാളിൽ സന്ധ്യസമയത്തെ ഇരുട്ട് മൂടിക്കിടക്കുകയായിരുന്നു. ഹാളിലേക്ക് തുറക്കുന്ന ഒരു മുറിയിൽ പാതി തുറന്നു കിടന്നിരുന്ന വാതിലിനകത്തു നിന്നും അരിച്ചിറങ്ങി വരുന്ന വെളിച്ചം. ആ വാതിൽ തള്ളി തുറന്ന് അവർ അകത്തേക്ക് കടന്നു. അവിടെ കട്ടിൽ എഴുന്നേറ്റിരിക്കുന്ന നെൽസനെയാണ് അവർ ആദ്യം കണ്ടത്. അവൻ ഇട്ടിരുന്ന ഡ്രസ്സിൽ പടരുന്ന ചോരയിലേക്ക് പിന്നീടാണ് അവരുടെ ശ്രദ്ധ പോയത്. അവന്റെ നെഞ്ചിൽ പിടിവരെ കുത്തിയിരിക്കുന്ന ഒരു കഠാര കണ്ട് നിമിഷ ഉറക്കെ നിലവിളിച്ചു. നെൽസന്റെ അടുത്തേക്ക് ഓടിയെത്തിയ ഗംഗ കുത്തുകൊണ്ട നിലയിൽ കട്ടിയിൽ ഇരിക്കുകയായിരുന്ന അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ വിളിച്ചു. അവളെ നോക്കി ആയാസപ്പെട്ട് തുറന്ന അവന്റെ കണ്ണുകളിലെ ചൈതന്യം അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു. നെൽസ, എന്താ സംഭവിച്ചേ? അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് ഗംഗ ചോദിച്ചു. തന്റെ വലത് കൈ ഉയർത്തി ബാൽക്കണിയിലെ തുറന്നു കിടക്കുന്ന വാതിലിന് നേർക്ക് അവൻ കൈ ചൂണ്ടി. അവനാണ്. ഗംഗ, നീ ഇനി ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് പോയിക്കോ. മുറിഞ്ഞു പോകുന്ന വാക്കുകൾ കൂട്ടിച്ചേർത്ത് അവൻ പറഞ്ഞു നിർത്തി. പുറത്തേക്ക് ചൂണ്ടിയ അവന്റെ കൈ അടുത്ത നിമിഷം കുഴഞ്ഞു താഴേക്ക് വീണു. അവളെ നോക്കിയ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ കവിളിലേക്ക് ഒഴുകിയിറങ്ങി. ഒന്ന് ചുമച്ച അവന്റെ വായിൽ നിന്നും കട്ടച്ചോര പുറത്തേക്ക് ഒഴുകി പടർന്നു. ഒന്ന് പിടഞ്ഞിട്ട് ആ ശരീരം നിശ്ചലമായി. തുടരും. ലവ് ഇൻ ഗോവ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.